സാറിവിടെ? ഞാൻ വെറുതെ സാർ എവിടെയായിരുന്നു? സാറെവിടായിരുന്നു? സാർ ഈ വാതിലിൽ കൂടെ കയറിയപ്പോ ഞാൻ ആ വാതിലിൽ കൂടെ അങ്ങോട്ട്. അപ്പൊ ഞാൻ ആ വാതിലിൽ കൂടെ കയറി പിന്നെ ഈ വാതിലിൽ കൂടെ അങ്ങോട്ട് ഇറങ്ങി കയറി വന്നു. നമുക്ക് താഴെ ഇരിക്കാം. പടി കയറി വന്നല്ലേ, ഇനി വീടൊക്കെ ഒന്ന് കണ്ടല്ല. അല്ല, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് കാണാൻ ഒന്നും തന്നെ ഇല്ല സാർ. അല്ല, ഇവിടുത്തെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ. ദേവു, 2 ചായ വേണം സാർ. ഈ മുറിയില് ഇന്ന് വരെ ആരും അങ്ങനെ വരികയോ ഉറങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല സാർ. ചുമ്മാ മുറിയല്ലേ? ചുമ്മാ മുറി. ഈ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ? എല്ലാം നല്ല ആളുകളാണ് സാർ. അതായത് ഈ പ്രദേശത്തുള്ള എല്ലാരും എന്നെ പോലെ അന്തസ്സും മാന്യതയൊക്കെ ഉള്ളവരാണ് സാർ. സത്യത്തിൽ മക്കളില്ലാത്ത എനിക്ക് അവരൊക്കെയാണ് സാർ ഏക ആശ്വാസം. അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ, ഈ കുഷ്ഠരോഗ ആശുപത്രിയും അനാഥ മന്ദിരവുമാണ് ഏക ആശ്വാസം എന്ന്. അത് വേറൊരു ആശ്വാസം. എനിക്ക് സാറിനെ വളരെ ഇഷ്ടപ്പെട്ടു. സ്വന്തം അച്ഛനോടൊക്കെ തോന്നുന്ന ഒരു തരം സ്നേഹം. സാറിനെ കാണാൻ വേണ്ടി എന്റെ മനസ്സ് എപ്പോഴും വെമ്പൽ കൊള്ളുന്നു. ഞാൻ എപ്പോഴും ഈ വീട്ടിൽ വന്നോട്ടെ. പിന്നെന്താ, മക്കളില്ലാത്ത എനിക്ക് ഇതും ഒരു ആശ്വാസമായിരിക്കും. കറക്റ്റ്. ഈ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു മനോഹാരിത. ഈ മുറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതെന്റെ സ്വന്തം കമ്പിളിയാ. ഞാൻ പതിവായിട്ട് പറയാറുള്ളതാ. ഇവിടെ തന്നെ. ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല, പറഞ്ഞതേ ഉള്ളൂ. അമ്മ ഒരെ കഴുതകളെ പിടിച്ച് ജോലിക്ക് നിർത്തും. ഈ റാസ്കൽ കഴുതയല്ല സാർ, ഈ റാസ്കൽ കോവർ കഴുതയാണ്. ഇങ്ങനെയാണോ ഒരു മാന്യന്റെ മുറിയിലേക്ക് ചായ കൊണ്ടുവരുന്നത്?